molto gravi e dolorose. Civili inermi sono oggetto di bombardamenti e spari. E questo è avvenuto persino all'interno del complesso parrocchiale della Santa Famiglia, dove non ci sono terroristi, ma famiglie, bambini, persone malate con disabilità, suore. Una mamma e sua figlia, la signora Navda Khalil Anton e la figlia Samar Qamar Anton, sono state uccise e altre persone ferite dai tiratori scelti mentre andavano in bagno. È stata danneggiata la casa delle suore di Madre Teresa, colpito il loro generatore. Qualcuno dice è il terrorismo, è la guerra. Sì, è la guerra, è il terrorismo. Per questo la scrittura afferma che Dio fa cessare le guerre, rompe gli archi e spezza le lance. Preghiamo il Signore per la pace. ഹായ്, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനാണ് തൻസീൽ നൗഷാദ്. തൻസീലിൻ്റെ ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വലിയൊരു സംഭവമാണ്. ഈ സാധാരണക്കാരായ മനുഷ്യരുണ്ട് കുറേ, യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് എന്തേവല്ല തിരിച്ചറിയില്ല. അവർ ഈ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകളും പിന്നെ മറ്റു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകൾ ഒരുപാടുണ്ടല്ലോ. ഇതിൻ്റെ തുടക്കം മുതൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരാൾക്കാരാണ് കൂടുതലും. ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ടും അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൈകാര്യസ്ഥത ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അത് കെടുകാര്യസ്ഥതയിലേക്ക് മാറും. മനുഷ്യൻ്റെ ബുദ്ധിയെ എത്രത്തോളം ചൂഷണം ചെയ്യാമെന്നുള്ളത് ലോക മീഡിയ മാധ്യമങ്ങളും ഇതിൻ്റെ തിരക്കഥ സംവിധാന അടിസ്ഥാന ആൾക്കാരും ഇതിൻ്റെ പിന്നിലിരുന്ന് വല്ലാതെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂച്ചവിലം കിട്ടുന്നുണ്ട്. ഈ മസ്തിഷ്കം മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത കുറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആൾക്കാരും ലോകത്തുണ്ടായിട്ടുണ്ട്. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇത് കണ്ടില്ലേ, ഇത് കഫിയ എന്ന് പറയും. ഇത് ഫലസ്തീനിലേക്ക് എത്തുമ്പോൾ കഫിയ, സറാർ, ഉറാർ, അറബികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ ഇത് കണ്ടില്ലേ, സറാർ. ഈ ഷാള് ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്തൊന്ന് വലിയൊരു കന്തൂറായിട്ടിട്ടു കുറേ വ്യക്തികൾ ഒരു അറബ് സമൂഹത്തിനെ ഒരു എന്ത് ചെയ്യാണ്, കളി തമാശയിലൂടെ കോമഡി സ്ക്രിപ്റ്റാക്കിയിട്ട് മാറ്റിയിട്ട് ഈ സാധനം തലയിൽ കെട്ടിയിട്ട് അതുപോലെ വലിയ കന്തൂറായിട്ടിട്ട് അറബി വേഷം എന്ന് പറയാം. ഈ അറബി വേഷത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ ഇഷ്ടംപോലെ കാണും. ഒരു വലിയൊരു ബാഗൊക്കെ എടുത്തിട്ട് ഒരാൾ നടന്നു പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ചാളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഇതിനെ വെച്ചിട്ട് അയാൾ ഓടുന്നതും ഈ രീതിയിൽ. അതായത് ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയും നിങ്ങൾക്ക്. ഈ അറബ് സമൂഹത്തെ മൊത്തം തീവ്രവാദ ഭീകരവാദ ചിന്താഗതിയിലുള്ളവരാണ് എന്ന് വരുത്തി തീർക്കുക. അതേസമയം യഥാർത്ഥത്തിൽ അതൊരു കോമഡി സ്ക്രിപ്റ്റായിട്ട് അഭിനയിക്കുക. കൊടുക്കുന്ന ഒരു മെസ്സേജാണിത്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ഈ ഹമാസ്, ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ തമ്മിലുള്ള വലിയൊരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൂട്ടക്കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹമാസ് ഇതുപയോഗിക്കുന്നുണ്ട്. അവർ മുഖം മറച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ മുഖം മറച്ചിട്ടൊക്കെ ഇതെന്തിനാണ് ഇവർ ശരിക്കും യഥാർത്ഥത്തിൽ വെസ്റ്റേൺ മീഡിയ മാധ്യമങ്ങളുടെയും നമ്മുടെ ഇന്ത്യയിലെ ഗോഡിമോഡി മീഡിയ മാധ്യമങ്ങളുണ്ടല്ലോ, കുറേ മീഡിയകളുണ്ട്. പ്രൊപ്പഗണ്ടകൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന മീഡിയകൾ. ഇവരുടെ
യഥാർത്ഥ സോഷ്യലിസം ഇങ്ങനെയാണ്, പ്രൊപ്പഗണ്ടകൾക്കനുസരിച്ചാണ്. അതല്ലാതെ എന്തല്ല, യാഥാർത്ഥ്യം തുറന്നു കാട്ടുക എന്നുള്ളതല്ല. ഇവർക്ക് ഫണ്ടുകളും കാര്യങ്ങളും എവിടെ നിന്ന് വരുന്നോ അതിനനുസരിച്ചാണ് ഇവർ ശബ്ദിക്കുക. ആർക്ക് അനുകൂലമായിട്ട് ശബ്ദിക്കണം, ആർക്ക് പ്രതികൂലമായി ശബ്ദിക്കണമെന്ന് പ്രത്യേക സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവർ കൊണ്ടുവരുന്ന ഓരോ വാർത്തകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഹമാസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖം മറച്ച്, സാധാരണക്കാരായ ആൾക്കാർക്കുള്ള സംശയമാണ്. ഹമാസ് എന്താണ്? ഹമാസ് അപ്പോൾ ഒരു തീവ്രവാദ ചിന്താഗതിയുള്ളവരല്ലേ? അവരൊരു തീവ്രവാദ ഗ്രൂപ്പുകളല്ലേ? ഫലസ്തീനിൽ കണ്ട നരഹത്യകൾ മൊത്തം നടത്തുന്നത് ഹമാസിൻ്റെ ഈ ചെയ്തികൾ, ഒക്ടോബർ 7 മുതലുള്ള ചെയ്തികൾ കൊണ്ടല്ലേ? എന്നാൽ ഒക്ടോബർ 7 മുമ്പ് 948 മുതൽ ഇങ്ങോട്ട് ഇവരുടെ ചരിത്രം ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം, നരഹത്യാ രാഷ്ട്രം, നരഹത്യകൾ കൊണ്ട് മാത്രം പേരെടുക്കപ്പെട്ട ഈ രാഷ്ട്രം ഇവർ ചെയ്തു കൂട്ടുന്ന ഇത്രയും നാണം കെട്ട തരം താഴ്ന്ന പ്രവൃത്തികൾ ലോകമെങ്ങാടും കണ്ടതാണ്. അതുകൊണ്ടാണ് ഇവരെ 948 ബ്രിട്ടൻ്റെ അന്നത്തെ രാജ്ഞിയാണ് ഇവരെന്ത് ചെയ്തത്? പേര് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവരെയും കൊണ്ട്, കാരണം നാഥനില്ല കളരികൾ മാതിരിയായിരുന്നു ഇവരുടെ അവസ്ഥ. കാരണം ആരും ഇവർക്ക് എന്തില്ല, യഥാർത്ഥത്തിൽ ഇവർക്കൊരു പേരോ ഊരോ ഇല്ലാത്ത ഒരു രാജ്യക്കാരായി മാറിയിരിക്കുകയായിരുന്നു. ഇവരെയും കൊണ്ട് കപ്പൽ കയറ്റിയിട്ട് ഇവർ അതായത് സോവിയറ്റ് യൂണിയനും പിന്നെ ഈ നമ്മുടെ ജർമ്മനിയുടെ പതനം മൂലം ഇവർ പലയിടങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്പ് കേന്ദ്രീകരിച്ച കുറച്ച് രാജ്യങ്ങളിൽ ഇവരുണ്ടായിരുന്നു. ഇവരെ അവിടെ നിന്നൊക്കെ വാരിക്കൂട്ടിയിട്ട് ഇവരുടെ യഥാർത്ഥ സ്വഭാവം അന്നും യൂറോപ്യൻ യൂണിയനും അന്ന് വെസ്റ്റേൺ കൾച്ചറിനും നന്നായിട്ടറിയാം ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളത്. ചാരപ്രവർത്തനങ്ങൾ കൊണ്ടും വൃത്തികെട്ട പല സംസ്കാരങ്ങൾ കൊണ്ടും നെറികേടിൻ്റെ വ്യവസ്ഥിതിയിൽ നിൽക്കുന്ന ഇവരെ ഒരിക്കലും യൂറോപ്പ് എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. യൂറോപ്പിലേക്ക് ഇവരെ ഒരു രാജ്യമായിട്ട് ഇവർക്ക് ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി കൊടുക്കാനോ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണ് ഇവരെ കപ്പൽ കയറ്റുന്നത്. ഷിപ്പ് കയറ്റിയിട്ട് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ബ്രിട്ടനിൽ നിന്നും ഷിപ്പ് കയറ്റിയിട്ട് ഇവരുടെ ആഗ്രഹം ചോദിക്കുമല്ലോ എല്ലാവരും. ഈ തോക്ക് കയർ വിധിക്കുന്നവർക്ക് അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ച പോലെ ഇവരോട് അവിടുത്തെ പ്രഭുക്കന്മാരും ബ്രിട്ടൻ്റെ പല നേതാക്കന്മാർ ചോദിച്ചു നിങ്ങളുടെ ആഗ്രഹം. അപ്പോഴാണ് ഇവർ പറയുന്നത്, നമ്മുടെ പഴയ ഇബ്രാഹിം നബിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ, ഇവരെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മൂസാ നബിയുടെ കാരണം ഇവർക്ക് ഇറങ്ങിയ നബിയാണല്ലോ പ്രധാനപ്പെട്ടവരിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക്, ഇവിടെ ആദ്യത്തെ കിബില ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു ഇസ്രായേൽ രാജ്യം രൂപപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു തരണം. നിങ്ങൾക്ക് അവിടെയാണ് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവ ഗുണം കൊണ്ട് പണ്ട് ഫിറോൻ തന്നെ ഇവരെന്ത് ചെയ്തതാണ്? അടിച്ചോടിച്ചതാണ്. ഫിറോൻ നല്ലവനാണെന്നും ഞാൻ പറയുന്നില്ല. ഫിറോൻ്റെ കഥ എന്താണെന്ന് അറിയാലോ. ഇവര് യഥാർത്ഥ സ്വഭാവം കാരണം എല്ലാ രാജ്യത്തു നിന്നും പുറത്താക്കിയ ഇവരെ ഫലസ്തീൻ മാത്രമാണ് ഒപ്പം കൂട്ടാനുണ്ടായിരുന്നത്. കാരണം ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ താഴ്മ കാണിക്കണം, വിനയം കാണിക്കണം, അഹ്ലുമതസ്ഥരോടൊക്കെ താഴ്മ കാണിക്കണം. ഈ വിനയത്തിൻ്റെ അകുന്ന എല്ലാ കാരുണയും കാണിച്ചിട്ടാണ് ഫലസ്തീൻ അവിടെ അനുഗമിക്കുന്നത്. ആ ഫലസ്തീനെയാണ് ഇന്ന് എന്ത് ചെയ്യുന്നുള്ളത്? ഇവർ ചുട്ടുകരിക്കുന്നുള്ളത്. 987 ഹമാസ് സ്ഥാപിതമാവുന്നു. അതിനു മുമ്പ് ബ്രദർഹുഡ് ഈജിപ്തിലാണ്. 82 or 78 കാലഘട്ടങ്ങളിൽ 6 Day വാറിന് ശേഷം, 85 6 Day വാറിന് ശേഷമാണ്, 65 6 Day വാറിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ നരഹത്യ നടത്തുന്ന ഇസ്രായേൽ ജൂത സമൂഹം ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ 948 ആദ്യത്തെ നഖബ, അവിടെ നിന്നാണ് ഫലസ്തീനിന് ശരിക്കും മനസ്സിലാവുന്നത്
ഇവരെ രക്ഷപ്പെടുത്തേണ്ടതല്ലായിരുന്നു എന്ന്. പക്ഷേ ഇവർക്ക് വേണ്ട എല്ലാ ആയുധ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്ത് ഇവരെ ഏത് രീതിയിൽ പ്രാപ്തരാക്കി എടുക്കാൻ പറ്റുമോ? കാരണം വെസ്റ്റേൺ കൾച്ചറിന് യൂറോപ്യനും ഇവരെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ജർമ്മനിയുടെ പഴയ കഥകളും ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്തുകൊണ്ടാണ് ഇവരെ കൂട്ടക്കൊല നടത്തിയതും എന്നുള്ളത് ശരിക്കും അതിൻ്റെ യഥാർത്ഥ ഘടന പഠിച്ചവരാണ് യൂറോപ്യൻ യൂണിയനിലുള്ളവർ അന്നത്തെ. അതിനുശേഷവും ഇവരുടെ ചരിത്രം പഠിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ കൂട്ടക്കൊലകൾക്ക് ശേഷമാണ് ഫലസ്തീൻ യഥാർത്ഥത്തിൽ മനസ്സിലായത് ഇവരെ ഇനി അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴേക്കും ഫലസ്തീനിൻ്റെ പല പ്രവിശ്യകളും ഇവർ കൈയടക്കിയിരുന്നു. ഇന്ന് നിങ്ങൾ മീഡിയയിൽ കാണുന്നുണ്ടാവും, ഇഷ്ടംപോലെ ഒരുപാട് ഫലസ്തീനിൻ്റെ ഇപ്പോഴും വെസ്റ്റ് ബാങ്കിലായാലും ബൈത്തുൽ മുഖദ്ദസിലായാലും ഇപ്പോൾ നിൽക്കുന്ന ജെറുസലേമിലൊക്കെ ഇവർ നടത്തിയ കൂട്ടക്കൊലയും നരഹത്യയും എന്നിട്ട് പിടിച്ചടക്കലുകളൊക്കെ ഒരുപാട് കണ്ടതാണ്. ഇപ്പോഴും വീഡിയോ വരുന്നുണ്ട്, പുതിയ വീഡിയോകളായിട്ട്. ഹമാസ് ഇത് ഉപയോഗിക്കാനും ഇവർ മുഖം മറച്ചു നിൽക്കാനുമുണ്ടായ പ്രത്യേക കാരണം, ഒന്ന്, ടെക്നോളജികൾ രൂപപ്പെടുത്തി. അതിനു മുമ്പ് ഇവർ നടത്തുന്ന കൂട്ടക്കൊലകളിൽ ഇവർ ഓരോ അജണ്ട ഉണ്ടായിരുന്നു, പ്രൊപ്പഗണ്ട. ഇസ്രായേലിനൊരു പ്രൊപ്പഗണ്ട. ഈ പ്രൊപ്പഗണ്ട അനുസരിച്ച് ഇവർ ഫലസ്തീനിനെ ചെറു സംഘങ്ങളാക്കി, ഓരോ ഭാഗത്തു നിന്നും ചെറു സംഘങ്ങളാക്കി UNOയുടെ റെഫ്യൂജി ക്യാമ്പ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഓരോ റെഫ്യൂജി ക്യാമ്പ്, ജബാലിയ, അതുപോലെ ചെറിയ റെഫ്യൂജി ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റുക. കാരണം ഇസ്രായേലിന് പണി എളുപ്പമാവണം, ഇവരെ കൂട്ടക്കൊല നടത്താനും. അതാണ് ഇപ്പോഴും നടത്തുന്ന കൂട്ടക്കൊല. ഇവരെ എന്ത് ചെയ്യണം? സംഘടിച്ച് ഇവരെ എന്ത് ചെയ്യണം? ഫലസ്തീനിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. ഈ ഉന്മൂലനത്തിന് ഏറ്റവും എളുപ്പം ഇതുപോലെ ഓരോ ക്യാമ്പുകൾ ഉണ്ടാക്കി അതിലേക്ക് പാർപ്പിക്കുക. ഈ ക്യാമ്പുകളിലേക്ക് ഷെൽട്ടറിലേക്കും എന്ത് ചെയ്താൽ മതി? ബോംബ് സ്പർശിച്ചാൽ മതി. യഥാർത്ഥത്തിൽ നേരിട്ട് ഫലസ്തീനോട് അല്ലെങ്കിൽ ഹമാസിനോട് മുട്ടുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മുകളിൽ നിന്ന് വന്നിട്ട് ഒളിച്ചു നിന്നിട്ട് ഫ്ലൈറ്റ് മുഖേന വന്നിട്ട് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്തിട്ട് റെഫ്യൂജി ക്യാമ്പുകളിൽ UNOയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഇവർക്ക് സ്കൂളുകളിലും ഷെൽട്ടറുകളിലുമായിട്ട് ഇപ്പോഴും താമസിക്കുന്ന ഇവരെ ഘട്ടം ഘട്ടമായിട്ട് 948 മുതൽ 975, 978, 965 ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഇത്രയധികം വിഷം ചീറ്റിയ ഈ രാജ്യത്തെ ആണ് ലോകം അംഗീകരിക്കണമെന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ പരമായിട്ട് ഹമാസിനെ, അതായത് 948 മുതൽ ഇവർ പിടിച്ചു കൊണ്ടുപോയ ഫലസ്തീനികളുടെ ബ്ലഡ് ഗ്രൂപ്പുകളായാലും ഓരോന്നും പരിശോധിച്ചിട്ട് ഫലസ്തീനിനെ എങ്ങനെയൊക്കെ നമുക്ക് കീഴടക്കാമെന്നുള്ള എല്ലാ ഐഡിയോളജിക്കൽ പ്രൊപ്പഗണ്ടയും ഇസ്രായേലിലെ വരും തലമുറയ്ക്കും അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് അന്ന് ഏരിയൽ ഷാരോൺ ആയാലും അതിനു മുമ്പ് ഭരിച്ച ഇസ്രായേലിൻ്റെ പല നേതാക്കന്മാർക്കും അവിടുത്തെ ഐഡിയോളജി നൽകിയിട്ട് ഈ രീതിയിൽ പോയാൽ നമുക്ക് ഫലസ്തീനിനെ ഘട്ടം കീഴടക്കാമെന്നുള്ള ചിന്താഗതി കൊടുത്തത് അകാരണമായിട്ട് തിരിച്ചറിഞ്ഞ ഫലസ്തീനി സമൂഹമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പിനെ ഉയർത്തിയെടുത്തത്. ഈ മിലിറ്റന്റ് ഗ്രൂപ്പിനെ AI ടെക്നോളജി, നിങ്ങൾക്കറിയാം ഇപ്പോൾ വന്ന AI ടെക്നോളജി, യഹ്യ സിൻവാറിനെ കൊല്ലുന്ന സമയത്ത് പ്രത്യേക ഡ്രോണുകൾ ഇറക്കിയിട്ട് എവിടെയാണെന്ന് പ്രത്യേകം ക്യാപ്ചർ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നോളജികൾ ഉണ്ടാക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്? തെരഞ്ഞു പിടിച്ചിട്ട് ഹമാസിൻ്റെ ഓരോ നേതാക്കന്മാരെയും വധിച്ചിട്ടുള്ളത്. അതുപോലെ ചാരപ്രവർത്തനത്തിലൂടെ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളിലേക്ക് കയറിക്കൂടിയിട്ട് അതിൽ ചാരപ്രവർത്തനം നടത്തിയിട്ട്, അറിയാമല്ലോ പെഗാസസ്, ഇതുപോലെയുള്ള എത്രയോ ചാര സോഫ്റ്റ്വെയറുകളും ചാര ഉപഗ്രഹങ്ങളും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു? ഹമാസ് ഈ കഫിയയും അവർ മുഖം മറച്ചിട്ടും മുഖം ധരിച്ചിട്ടും ഭീകരവാദികളല്ല എന്ന് യഥാർത്ഥത്തിൽ US-നും അറിയാം. CIA, US-ൻ്റെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് CIA. ഈ CIAക്ക് അറിയാം ഇത് ഹമാസ് എന്ന് പറയുന്നത് മിലിറ്റന്റ് ഗ്രൂപ്പാണ്, അവരെന്തല്ല തീവ്രവാദികളല്ല.
ഇസ്രായേലിന് മുൻകൂട്ടിയിട്ട് എല്ലാ അറിയിപ്പുകളും CIA കൊടുത്തിട്ടുണ്ട്. ഓരോ ക്യാമ്പുകളും നിങ്ങൾ ആക്രമിക്കുമ്പോൾ ചിന്തിച്ച് നോക്കുക. ആ ക്യാമ്പിലുള്ളവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ഇസ്രായേലിൻ്റെ പ്രൊപ്പഗണ്ട അജണ്ടകളിൽ ഉണ്ട്. അതാണ് പിടിക്കപ്പെടുന്നവരെ കൊണ്ടുപോയിട്ട് ഇവർ തടങ്കലിൽ പാർപ്പിച്ചിട്ട് അവിടെ നിന്നും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പുറം ലോകം ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ടാണ് ഹമാസ് മുഖം മറച്ചിട്ട് പോരാടുന്നത് എന്ന്. അതല്ലാതെ ഹമാസ് ഒരു തീവ്രവാദ ഗ്രൂപ്പായതുകൊണ്ടല്ല. ഈ ക്യാമ്പുകളിലുള്ളവരെ ആക്രമിക്കുന്നത് തങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം എല്ലാ ബയോഗ്രഫിയും ഇസ്രായേൽ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എല്ലാ ക്യാമ്പിലേക്കും ഇവർ ആക്രമണം നടത്തുന്നത്. ആക്രമണം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവർ തന്നെ സൃഷ്ടിച്ചതാണ്. ഗ്രൂപ്പുകളാക്കി വെക്കുക, അതിലേക്ക് കൊണ്ടുപോയി ബോംബുകൾ ഇടുക, ഷെൽട്ടറിലേക്ക് ഇടുക, ഇതാണ്. അതല്ലാതെ ഹമാസിന് നേരിട്ട് പോരാടാൻ അറിയാനിട്ടല്ല. ഹമാസിനോട് ഇതുവരെ ഇസ്രായേലിൻ്റെ സൈന്യം നേരിട്ട് പോരാടിയോ? ഇല്ല എന്ന് ഇസ്രായേലിൻ്റെ സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. സൈനിക ഉദ്യോഗസ്ഥർ ഈ അടുത്തായിട്ട് വീഡിയോ വന്നിരുന്നു. വെറുതെ വെടിവെച്ച് കളിക്കുക, അവിടെയുള്ള കുറേ ബിൽഡിങ്ങുകൾ തകർക്കുക എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എപ്പോഴും ലോകത്തിന് മുമ്പിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാം. സത്യം പറയാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. സത്യം പറയുക എന്നുള്ളത് കയ്പുള്ളതാണ്. ആ കയ്പുള്ള സത്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇനിയും വരും. തൻസീൽ ന്യൂസിൻ്റെ ഓരോ എപ്പിസോഡിലേക്കും ഇനിയും കാര്യങ്ങൾ വെളിച്ചത്ത് വരും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം, വാട്സപ്പിൽ ചാനലുകളുണ്ട്, അതിലും ഫോളോ ചെയ്യാം. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോക്കിക്കോളൂ.